ഇന്നലെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കണം. ഇവിടെ വന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം അഡ്മിറ്റ് ആയിരിക്കേണ്ടത് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഹോസ്പിറ്റലിനുള്ളതുകൊണ്ട് എല്ലാവരുടെയും നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ട് വീഡിയോ എടുക്കണേ. രാവിലെ ഫുഡ് മേടിച്ച് വന്ന് ഇവിടെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് മേടിച്ച് വന്ന് കഴിച്ച് റെസ്റ്റ് ഇരിക്കുകയാണ്. ഭാഗ്യത്തിനോട് അത്ര തിരക്കും കാര്യങ്ങളുമില്ല. അതിനിടയിലാണ് എനിക്ക് നല്ല ജലദോഷം. ഇനിയിപ്പോൾ അത് കാണിക്കാൻ വേറെ പോകണം. നമുക്ക് നമ്മുടെ രോഗിനെ കുറച്ച് കണ്ടിട്ട് വരാം. ഇവിടെ നല്ല സുഖമായിട്ടിരുന്ന് ഫോണും വിളിച്ചിരിക്കുന്നു. അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ രീതിക്ക് നമുക്ക് നിൽക്കണമല്ലോ. ഗൈസ്, ഞങ്ങളുടെ വാർഡ്. നമുക്ക് ചായ വേണം. ഗൈസ്, നല്ല വിശപ്പുണ്ട്. ചെറുതായിട്ടൊരു ചായയും ഒരു കേക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ചായ കുടിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഡോക്ടർമാർ വന്നു. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായിരുന്നു. പുതിയ ഹോസ്പിറ്റലായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നല്ല ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് വർഷം കൂടി ആയിക്കഴിഞ്ഞാൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇനിയും പല അവിടെയും പൂർത്തിയാവാനുണ്ട് വർക്കും കാര്യങ്ങൾ. കണ്ടോ, ഈ വഴിയും ഈ കാണുന്ന വഴി കൂടി ഞാൻ ഇന്ന് ഒരു 6-7 പ്രാവശ്യം പോയിട്ടുണ്ടാവും. കണ്ടോ, വലിയ വലിയ കോളേജ് മാതിരി അടിപൊളിയായിട്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പുതിയ ഹോസ്പിറ്റലായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം എല്ലാം ലിഫ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലയെന്ന് വെച്ചാൽ ചില ഓരോ ഹോസ്പിറ്റലും ചിലത് വർക്ക് ചെയ്യില്ല. ആ രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവിടെ പിന്നെ അതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ലിഫ്റ്റിൽ പോയിട്ട് വരാം. കാരണം കറക്റ്റ് ടൈമിൽ അത് പോയി. എന്തായാലും ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ എത്തി. ഇനിയിപ്പോൾ നേരെ ഒരു ചായയും കടിയൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ചായയിൽ കടി വാങ്ങിയിട്ട് പോകാം. വെറുതെ ഇരിക്കില്ലേ മമ്മി, എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമല്ലോ. സമൂസ, ഒരു വട, പിന്നെ ഇതിൽ വാഴയ്ക്ക വിളിച്ച്. ചേച്ചി പഴംപൊരി കഴിഞ്ഞതാണ്. കഴിഞ്ഞു. ഒരു സമൂസ എടുത്തോ. ഒന്നല്ല, 2 എടുത്തോ. 2 സമൂസ. ഇവിടെയും പണി പോലെ കറക്റ്റ് ലിഫ്റ്റ് തൊട്ടത് അങ്ങനെ മേലേക്ക്. പിന്നിപ്പോൾ നമുക്ക് അടുത്ത ലിഫ്റ്റ് പിടിക്കാം. ലിഫ്റ്റിന് കുഴപ്പമൊന്നുമില്ല. ചായ കുടിച്ചോട്ടാ. ആദ്യം വന്ന ടൈമിൽ ഞാൻ സെക്യൂരിറ്റിൻ്റെ അടുത്ത് വലിയ മെയിൻ്റൊന്നും കാണിച്ചില്ല. ആൾ കുറച്ച് ഗൗരവത്തിൽ നിന്നു. ഇപ്പോൾ ആൾ ഓക്കെ, സിമ്പിളായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. മമ്മി എന്ത് കാണിക്കണോ എന്തോ നോക്കിട്ടോ. അത് തന്നെയാണല്ലേ അടിക്കേ. ടോയ്ലറ്റ് കാണിച്ചിടാം. ജെൻസിൻ്റെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാലും ചെറിയ ബാറ്റ്സ്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഴുതിയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പോയത് വേസ്റ്റ് എടുക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിലത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ വേസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ്, അതിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ പുറത്തുകൊണ്ടേ കളഞ്ഞ് ആ കവർ വൃത്തിക്ക് കഴുകി എന്നിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഗൈസ്, ഇത് കണ്ടോ, നല്ല അടിപൊളി മഴ. കലക്കില്ലേ. പക്ഷെ ഇതിൽ മഴ കാണുന്നില്ല അല്ലേ. ഇതിൽ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞു. ഇനി അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി, ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ ഗായ്സ്. വയ്യ. ഡോക്ടർ കുറച്ച് മരുന്നുകൾ എത്തുന്നുണ്ട്, അപ്പോൾ അത് മേടിക്കണം. ഫാർമസി പോട്ടെ. നല്ല മഴേൻ്റെ ലക്ഷണമുണ്ട്.
മഴ വരുമ്പോഴേക്കും ഞങ്ങൾ വേഗം വീടെത്തട്ടെ. ബൈ ഗൈസ്. 2 ദിവസം മഴയും കൊണ്ട് നിർത്തിയിരിക്കുക വണ്ടി. എന്താവുമോ എന്തോ, ബാറ്ററിയൊക്കെ ഇറങ്ങിപ്പോയി സ്റ്റാർട്ടാകുമോ എന്തോ നോക്കാം. മഴ ചതിച്ചു ഗൈസ്. മഴ വന്നു. ഇനിയിപ്പോൾ വണ്ടി എടുക്കാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കേണ്ടി വരും. മഴ കഴിഞ്ഞു ഗൈസ്. ഇനി എത്രയും പെട്ടെന്ന് അടുത്ത മഴ എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ നോക്കട്ടെ. மறக்காம சர்ப்ரைஸ் பண்ணுங்க.